ഹായ് ഗേസ്, ഞാൻ ബിജു അങ്ങോട്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ആർട്ട് മാസ്റ്റർ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ, അപ്പോൾ അതെങ്ങനെ പെയിൻറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അത് നമ്മൾ സൈഡായിട്ട് ചെയ്യുന്നൊരു വർക്കാണ്. അപ്പം മെയിൻ ജോലി നമ്മുടെ ആശാരിപ്പണിയാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ സൈഡായിട്ട് ചെയ്യുന്ന വർക്കുകളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ ഓരോ വീഡിയോ ചെയ്ത് ഇപ്പോൾ അതേ ഒരു പെയിൻറ്റിങ് ആണ് ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് യൂട്യൂബിലെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി നമ്മുടെ സുഹൃത്തുക്കളുടെ വണ്ടികളൊക്കെ പെയിൻ്റ് അടിച്ചാണ് നമ്മളിത് ഈ ഒരു രംഗത്തേക്ക് കടന്നു വന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഇതേ വണ്ടികളൊക്കെ എടുത്തു തുടങ്ങി. അപ്പോൾ നമ്മൾ ഒരു മാക്സിമം ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഈ ഒരു വണ്ടി ചെയ്ത് കൊടുക്കുന്നത്. ഒരു 500-500 രൂപയ്ക്കൊക്കെയാണ് നമ്മൾ ഈ ഒരു വണ്ടി ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റിക്കറെല്ലാം അടത്തി നല്ല രീതിയിൽ പ്രൈമർ നല്ല രീതിയിൽ കളറൊക്കെ അടിച്ച് നല്ല പെയിൻ്റൊക്കെയാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ആ ഒരു വണ്ടി വാഷ് ചെയ്തിട്ട് നമ്മളതൊന്ന് മേടിക്കും. അതിനുശേഷം നമ്മൾ പാർട്സുകളൊക്കെ അഴിക്കും. അപ്പോൾ എല്ലാ പാർട്സ് അഴിച്ച് നല്ല രീതിയിൽ സ്റ്റിക്കറൊക്കെ അടത്തി കട്ട് ചെയ്ത് അതിന് ശേഷം നമ്മൾ ഫൈബർ പാർട്സൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഉരച്ചതിന് ശേഷം നമ്മൾ ആ ഒരു ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമ്പോൾ നമ്മൾ ബോഡി ഫില്ലർ ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഫൈബർ പാർട്സുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് പ്രൈമർ അടിച്ചെടുക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ കളറൊക്കെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു വണ്ടിയുടെ ടാങ്ക് നല്ല രീതിയിൽ ഉരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നോക്കുമ്പോൾ നല്ലൊരു കൊഴുത്തുരുമ്പ് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ തുരുമ്പൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മളതിൽ MC ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ലീക്കാവാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ്, ഭാവിയിൽ ഇനിയൊന്നും സംഭവിക്കാതിരിക്കാനാണ് നമ്മൾ MC ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ ചെറിയ കുഴികളൊക്കെ ഉണ്ടെങ്കിൽ ബോഡി ഫില്ലർ ഇട്ടെടുത്തതിന് ശേഷം നമ്മൾ പ്രൈമർ അടിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ചേസുമ്മിലും അതേപോലെ തന്നെ ടാങ്കുമ്മിലും ആ ഇരുമ്പ് പാർട്സും കംപ്ലീറ്റ് നമ്മൾ അപ്പോക്സി പ്രൈമറാണ് അടിക്കുക. അപ്പോൾ കളർ അപ്പോക്സിയാണ് നമ്മളിപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്കാണ് കളറ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ കളറ് വേഗം കവറിങ് ആയി കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബ്ലാക്ക് കളറ് അപ്പോക്സി അടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു വണ്ടിയുടെ ചേസ് നന്നായി തുരുമ്പൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ പ്രൈമർ അടിച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ സിൽവറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആസ്പ സിൽവറാണ് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആസ്പ പെയിൻറ്റ് കുഴപ്പമൊന്നുമില്ല. ഹാർഡ്നർ നല്ല രീതിയിൽ ഹാർഡ്നർ ചേർക്കുക. ആസ്പയിൽ കുറച്ചും കൂടി ഹാർഡ്നർ മേടിച്ച് ചേർത്ത് അടിക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ആസ്പ ക്ലിയർ അടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല പെയിൻറ്റിന് നല്ല ഉറപ്പും കിട്ടും. അതേപോലെ തന്നെ ഒരൊറ്റ കോട്ടിൽ എല്ലാ പരിപാടിയും കഴിയും. അപ്പോൾ അങ്ങനെയാണ് ചെയ്തെടുക്കാറ്. അപ്പോൾ കുറഞ്ഞ ചിലവിൽ നമുക്ക് ആസ്പ പെയിൻറ്റ് ആണ് അടിച്ചെടുക്കാൻ പറ്റിയത്. അപ്പോൾ നമ്മുടെ ആ ഒരു വണ്ടിയുടെ ടാങ്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കളർ ചെയ്യാണ്. അപ്പോൾ ബ്ലാക്കാണ്. അപ്പോൾ നമ്മൾ PU പെയിൻ്റാണ് നമ്മൾ ടാങ്കിന് ചെയ്യാറ്. അപ്പോൾ ഹൈക്കോട്ടിൻ്റെ PU പെയിൻ്റാണ് നമ്മൾ ഒരു ടാങ്കിനൊക്കെ അടിക്കാനായിട്ട് എടുക്കാറ്. അപ്പോൾ നമ്മൾ പ്രൈമർ വെച്ചതിനൊക്കെ ശേഷം നന്നായിട്ടൊന്ന് 2000 വെച്ചൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നൈസായിട്ട് അതിനുശേഷം നമ്മൾ PU പെയിൻ്റാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ നല്ല കട്ടിക്ക് 2 കോട്ട് PU പെയിൻ്റ് അടിച്ചെടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ആ ഒരു ഫൈബർ പാർട്സുമ്മലും എല്ലാത്തുമ്മലും നമ്മൾ ആ ഒരു PU പെയിൻറ്റിനെയാണ് അടിച്ചെടുക്കാറ്. അപ്പോൾ നേരത്തെ കട്ട് ചെയ്ത് പ്രൈമർ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫൈബർ പാർട്സുമ്പോൾ നമ്മൾ ആ PU പെയിൻറ്റ് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ല ഗ്ലേസിങ് ആയിട്ട് കിട്ടും. അപ്പോൾ അതും നമ്മൾ PUവിൽ തന്നെ അടിക്കാറ്. അപ്പോൾ നമ്മുടെ ആ ഒരു ഫൈബർ പാർട്സും എല്ലാത്തുമ്പോഴും നമ്മൾ നല്ല രീതിയിൽ ആ ഒരു കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കുന്നതാണ്. അപ്പോൾ സ്റ്റിക്കറും എല്ലാതും നമ്മൾ തന്നെയാണ് ഒട്ടിക്കുന്നത്. ഈ ഒരു വണ്ടിയുടെ എല്ലാ പണിയും നമ്മൾ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണ് ഈ സ്റ്റിക്കർ ഒട്ടിക്കൽ. അത് ടാങ്കുമത്തെ ആ ഒരു കർവ് വരുന്നിടത്ത് ആ ഒരു സ്റ്റിക്കർ ഒട്ടിക്കാനാണ് ഏറ്റവും പണി. അപ്പോൾ അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്റ്റിക്കർ നമ്മൾ പാർട്ടീനെ കൊണ്ട് മേടിപ്പിക്കാറാണ് പതിവ്. അപ്പോൾ ആ ഒരു സ്റ്റിക്കർ തന്നെ നമ്മൾ വലിയ ഡാമേജൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വലിയ സ്റ്റിക്കറൊക്കെ ആകുമ്പോൾ സൂക്ഷിച്ച് നല്ല കറക്റ്റായിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ഒട്ടിച്ചെടുക്കാൻ ശ്രമിക്കുക. എയറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു കുത്തി എയറൊക്കെ കളഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ നമ്മൾ ക്ലിയർ അടിച്ചെടുക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ പാർട്സും നല്ല രീതിയിൽ 2 കോട്ട് ക്ലിയർ അടിച്ചെടുക്കുക. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ക്ലിയർ അടിച്ചെടുത്താൽ തന്നെ മതി. നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ വണ്ടി നല്ല തിളങ്ങും, നല്ല കാലങ്ങളോളം നിൽക്കുകയും ചെയ്യും. നല്ല അടിപൊളി തന്നെയാണ്. അപ്പോൾ നമ്മൾ PU ക്ലിയറാണ് അടിക്കാറ്. ഒരു കോട്ട് അടിച്ചതിന് ശേഷം അത് ഉണങ്ങി അത് 2000 വെച്ച് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ രണ്ടാമത് നല്ല രീതിയിൽ നല്ല കട്ടിക്ക് അടിച്ചതിന് ശേഷമാണ്. അപ്പോൾ നമ്മൾ നല്ല തിളക്കുണ്ടാവും. നല്ല കട്ടിക്ക് അടിച്ചതിന് ശേഷമാണ് നമ്മൾ വണ്ടി കൊടുക്കാറ്. അപ്പോൾ
അപ്പോൾ അത് നമ്മുടെ പാർട്സുകളൊക്കെ നന്നായിട്ട് പെയിൻ്റ് അടിച്ചതിന് ശേഷം അപ്പോൾ അന്തരീക്ഷത്തിൽ നിന്നുള്ള പൊടിപടലങ്ങളൊക്കെ പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ റൂമിൽ അടച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെയിൻ്റൊക്കെ നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം നമുക്ക് വണ്ടിയുടെ പാർട്സുകളൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാതും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ നെറ്റുകളൊക്കെ തന്നെ അഴിച്ച് അവിടെ തന്നെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെറ്റുകളൊന്നും തെറ്റിപ്പോവുക മാറിപ്പോവുക അല്ലെങ്കിൽ കാണാതാവുകയൊന്നുമില്ല. അപ്പോൾ നമുക്കത് അവിടെ തന്നെ എടുത്ത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുക. അപ്പോൾ ആ നെറ്റുമ്പിലൊക്കെ ആ കളറും ഉണ്ടാവും. അതെ, നമ്മുടെ ഈ ഒരു വണ്ടി എൻ്റെ കഴിവിൻ്റെ പരമാവധി നല്ല രീതിക്ക് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു തുകയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും അതിലൊരു മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും വണ്ടികളൊക്കെ പെയിൻറ്റ് ചെയ്യാൻ അതേപോലെ തന്നെ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടെ. അപ്പോൾ എല്ലാവരെയും സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു കേട്ടോ.